അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാനൊരു മീൻകറിയും പിന്നെ ഇച്ചിരി കപ്പ പുഴുങ്ങുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവർക്കും അറിയാം കപ്പ പുഴുങ്ങുന്നതും മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം മീൻകറിക്കുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തക്കാളിയും അതൊക്കെ ക്ലീൻ ചെയ്ത് ഉള്ളിയും ഒക്കെ ഇതാക്കി റെഡിയാക്കി വെക്കാം. അപ്പോൾ പിന്നെ നമ്മൾ എന്നിട്ട് നമുക്ക് മീനിൽ കൈയിട്ടാൽ മതിയല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് മീനും കൂടെ നന്നാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മീനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ഇതെന്തെന്നാ സിലോപ്പിയോ അങ്ങനത്തെ എന്തോ ആണ്. ഇത് അവരവിടുന്ന് ഓൾറെഡി ഒന്ന് അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് നല്ലോണം ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ എപ്പോഴും തക്കാളിയും ഇതൊക്കെ ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. ആ മീൻ കറി കിടക്കുന്ന തക്കാളിയും ഉള്ളിയൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ്. ഞാനിതിനകത്ത് കുറച്ച് ഇത് കപ്പയുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ചാറ് വേണ്ടതുകൊണ്ട് ഇച്ചിരി തേങ്ങാപ്പാലൂടെ ചേർക്കുന്നുണ്ട്. എന്നാലും നല്ല മുളകിട്ട കറിയുടെ ഒരു എഫക്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ പേരിനെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ നന്നാക്കാം. മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. ഇതിന് പകുതി എടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു, പിന്നെ കറി വെക്കാമല്ലോ. അപ്പോൾ ഇവിടെ മീൻ ഇത്രയൊക്കെ ക്ലീൻ ആകത്തുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെ ഉരച്ചിട്ട് കല്ലൊന്നുമില്ല, ഇത്രയൊക്കെ ക്ലീൻ ആയുള്ളൂ. പിന്നെ ഞാൻ ഉപ്പും കുറച്ച് വിനാഗിരി അതൊക്കെ ഇട്ട് നല്ലോണം തേച്ചൊരച്ചിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കറി വെക്കാനായിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, നമ്മുടെ സവാള, ഇച്ചിരി തക്കാളി, ബാക്കി തക്കാളി അവിടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ ഇടാം. ഇപ്പം ഇച്ചിരി മതി. പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിടാം. അപ്പോൾ ഉപ്പിട്ടു. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഇച്ചിരി പേരിന് മല്ലിപ്പൊടി കൂടി പോകരുത്, ഒരു തുള്ളി ഇടാവുള്ളേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണേ നോക്കിയിട്ടിടാം. അപ്പോൾ ഈ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇപ്പം ഞാൻ പറിച്ചതില്ല. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കൈ വെച്ചൊന്ന് ഞെരടിയെടുക്കണം. കൈ വെച്ചിട്ട് ഞെരടണം. ഒത്തിരി അങ്ങ് ഞെരടണ്ട. എന്താ പറയുക, ഒത്തിരി അങ്ങ് ഞെരടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയും ഉള്ളിയുടെയൊക്കെ ആ ഒരു പച്ചച്ചോവ മുന്നോട്ട് നിൽക്കും. അപ്പോൾ ഒത്തിരി അങ്ങ് പിഴിയണ്ട. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക. ആ വെളിച്ചെണ്ണ, ഉപ്പ്, ആ പൊടികളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് നമുക്കിതൊരു കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നല്ല വെളിച്ചെണ്ണയുടെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പം ഇതൊരു 2-3 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക്
കുറച്ച് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഇവിടെ ഇരുന്നു. നമ്മൾ ആ വെളിച്ചെണ്ണ, ഉപ്പ് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 മിനിറ്റ് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്കേ ഈ മീനും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തേങ്ങാപ്പാൽ ഞാൻ എടുത്തില്ല, അതിന് മുമ്പ് ഞാൻ ഇത് ഓർത്തത്. ഈ മീനും കൂടെ ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഇതിൽ നന്നായിട്ട് പിടിക്കും. നമുക്ക് കുടംപുളി കൂടെ ഇതിലിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ മീനും ഇതിലിട്ടിട്ടുണ്ട്, തക്കാളിയും പിന്നെ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ടത് അതും കൂടി ഇതിൽ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഇതിൽ പിടിച്ചിരിക്കും. ഈ മീനിലേക്കെല്ലാം ഒന്ന് പിടിക്കും. ഉപ്പും മുളകും പിന്നെ കുടംപുളിയുടെ പുളിയും ഒക്കെ കൂടെ ഒന്ന് പിടിച്ച് വരും നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും. അപ്പം എല്ലാവരും ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ, എല്ലാവരും വേറെ വേറെ രീതിയിലായിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടെ പുരട്ടിയിട്ട് അധികം വെള്ളം നമ്മളിപ്പോൾ ഒഴിക്കണ്ട, കാരണം നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാലിൻ്റെ ആ 2ാം പാൽ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ ഇച്ചിരി എരിവും പുളിയൊക്കെ വേണം. അതാണ് നമ്മൾ ഇച്ചിരി എരിവും പുളിയും ഉപ്പൊക്കെ മുന്നോട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ഉളുമ്പ് ചൊവയായിരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ അധികം ഒഴിക്കാൻ പാടില്ല, ഒരു പേരിനെ ഒഴിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ കപ്പയ്ക്ക് കൂട്ടേണ്ടതുകൊണ്ട് കുറച്ച് ചാറ് ഇവിടെ വേണം. ചാറ് വേണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അല്ലേ ഞാൻ ഇതേപോലെ മുളകിട്ട കറിയാണ് വെക്കാറ്. അപ്പോൾ ഇതിങ്ങനെ ഈ മീനിനകത്ത് പിടിക്കട്ടെ. ഇതൊന്ന് മൂടി നമുക്ക് മാറ്റി വെക്കാം ഒരു 5-10 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1ാം പാൽ. നമ്മൾ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, കാരണം അതൊരു മുളകും പുളിയൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു കറി. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 1ാം പാൽ, ഇത് 2ാം പാൽ. നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്തിട്ട് കറി അടുപ്പേ വെക്കാം. ഓൾറെഡി ഞാൻ ചട്ടി ഗ്യാസിലേക്ക് കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അപ്പം നമ്മുടെ മീനും പുളിയും ഉപ്പൊക്കെ പിടിച്ചിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാലല്ല, 2ാം പാൽ കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കറി കണ്ടോ, നല്ല കളറൊക്കെ ഉണ്ട്. തേങ്ങാപ്പാലിൻ്റെ അതൊക്കെ ചേർത്ത് അത്യാവശ്യത്തിന് നല്ല എരിവും പുളിയൊക്കെ ഉണ്ട്. എല്ലാം ഉപ്പൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് വെറുതെ ഒന്ന് നോക്കി അപ്പോൾ മൂടി വെച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി കണ്ടോ തിളയ്ക്കുന്നേ. ആഹാ, എന്ത് രസമാണ് കാണാൻ തന്നെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂടി മാറ്റി വെച്ചു. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശം നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നല്ല പുളിയും ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം നമ്മുടെ ആ തേങ്ങാപ്പാൽ ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇതിനി എടുത്തു വെച്ചതല്ലേ എന്ന് ഓർത്തിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മൂടി വെക്കാം, ഇതവിടെ ഇരിക്കട്ടെ ഇച്ചിരി നേരം. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കറി. നമ്മൾ എണ്ണയിൽ വഴട്ടോ അങ്ങനെ ഒന്നും വേണ്ട. ഇതൊരു സിമ്പിൾ കറിയാണ്, നല്ല ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇനി തണുത്തും കൂടെ കഴിയുമ്പോൾ ഒന്നും പറയാനേ ഇല്ല. കുറച്ച് കറിവേപ്പില കൂടെ മേലെ തൂവേണ്ടതായിരുന്നു, അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല.
അപ്പോൾ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് ഞാൻ വെറുതെ 2-3 പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ടിങ്ങനെ മൂടി വെക്കാം. ഇച്ചിരി നേരം കഴിയുമ്പോൾ നമുക്കെടുത്ത് കഴിക്കാം. അപ്പോൾ അത്ര